പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹീതമായ വിശുദ്ധ പകൽവേളയിൽ അതിൻ്റെ പ്രഭാത നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവമക്കൾക്കും നിസ്തുലനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ഈ രാവിലെ തന്നെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. 4-ാം അധ്യായം 4-ഉം 5-ഉം വാക്യമാണ് നാം വായിച്ച് കേട്ടത്. യേശു കർത്താവിൻ്റെ ഇഹ ലോകത്തിലേക്കുള്ള വരവ് അത് കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിലേക്ക് അവതരിച്ച യേശു മശിഹ. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ആ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും നമുക്ക് നന്നായിട്ടറിയാം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്നുള്ള നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ദൈവത്തിന് നിയോഗവും ദൈവത്തിൻ്റെ വാഗ്ദത്തവും നിറവേറ്റപ്പെടേണ്ടതിന് ഏദൻ തോട്ടത്തിൽ സംഭവിച്ച പാപത്തിൻ്റെ അനന്തര ഫലം നിമിത്തം ദൈവതേജസ് നഷ്ടപ്പെട്ട, ദൈവിക മഹത്വം നഷ്ടപ്പെട്ട, ദൈവിക പർദീസ നഷ്ടപ്പെട്ട മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന്, ദൈവത്തിലേക്ക് നിരപ്പിക്കേണ്ടതിന് ലോകം കഴിച്ച, ജനത കഴിച്ച ഒരു യാഗങ്ങളോ യോഗങ്ങളോ അർപ്പണങ്ങളോ ബലികളോ പെരുന്നാളുകളോ ഒന്നും മനുഷ്യനെ നീതീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം തന്നെ സ്വപുത്രനെ നമുക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി അയച്ച് തരുവാനിടയായി തീർന്നു. അതല്ലേ നാം വായിച്ച വേദവാക്യത്തിനകത്ത് കാണുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം എന്തോ ചെയ്യേണ്ടതിന് വേണ്ടിയാ? നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പൊ പുതിയ നിയമത്തിനകത്ത് വന്നപ്പോൾ നാം പുത്രന്മാരായി, പുത്രത്വത്തിന്റെ അവകാശികളായിട്ട് മാറുകയാണ്. പഴയ നിയമചരിത്രങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ യഹോവയുടെ ജനമാണെന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ പൈതല് യേശു കർത്താവിന്റെ കാൽവറി മരണത്തിലൂടെ ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഒരുക്കപ്പെട്ട ശ്രേഷ്ഠ പദവികൾക്കായി ഈ രാവിലെ നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ നമ്മുടെ യേശു കർത്താവിന്റെ ജനനം അത് തക്ക സമയത്താണ്. കാലസമ്പൂർണത വന്നപ്പോഴാണ്, ദൈവത്തിന് റൈറ്റ് ടൈമിലാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായ യേശുവിനെ നമുക്ക് കാണുവാനായി, ഭൂമിയിലേക്ക് ഉടലെടുത്തത് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ യേശു കർത്താവിന്റെ മരണവും തക്ക സമയത്താകട്ടോ. ജനനം തക്ക സമയത്താണ്, കാലസമ്പൂർണത വന്നപ്പോൾ. യേശുവിന്റെ മരണം റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ വേദവാക്യത്തിനകത്ത് നാം കാണുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ആ ഭക്തർക്ക് വേണ്ടി മരിച്ചു. 8-ാം വാക്യത്തിനകത്ത് പറയുന്നു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ഒന്ന്, യേശുവിൻ്റെ ജനനം തക്ക സമയത്താണ്. അതിലുപയോഗിച്ചിരിക്കുന്ന പദം കാലസമ്പൂർണത വന്നപ്പോ.
രണ്ട്, യേശുവിന്റെ മരണം എപ്പോഴാണ്? അത് തക്ക സമയത്താണ്. നാം ബലഹീനരായിരിക്കുമ്പോൾ, നാം പാപിയായിരിക്കുമ്പോൾ, നാം അഭക്തരായിരിക്കുമ്പോൾ, തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി ക്രിസ്തു മരിക്കുവാനും തൻ്റെ സ്നേഹം നമ്മോട് പ്രദർശിപ്പിക്കുവാനും ഇടയായി തീർന്നു. സമയപരിധികൾ കൊണ്ട് അതൊന്നും വിശദീകരിക്കാതെ ഒന്ന് രണ്ട് കാര്യങ്ങളെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനം നാം പറഞ്ഞു, യേശുവിൻ്റെ മരണം നാം പറഞ്ഞു. നമ്മുടെ സഭയുടെ പ്രത്യാശ, ദൈവമക്കളുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവ, കർത്താവിൻ്റെ വരവ. അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും ഒരുങ്ങി കാത്തിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെ അതിനാണ് നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, കർത്താവിൻ്റെ വരവും തക്ക സമയത്താണ്. എന്താ തെളിവ്? ധനനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യനായിട്ടുള്ളവനും അടുത്തുകൂടാ വെളിച്ചത്തിൽ വസിക്കുന്നവനും. അടുത്ത പദം പറയുന്നു, തക്ക സമയത്ത് തൻ്റെ പ്രത്യക്ഷത വരുത്തുവാൻ ഒരുങ്ങി കാത്തിരിക്കുന്ന നമ്മുടെ ദൈവം. അപ്പോൾ നമ്മുടെ കർത്താവ് തക്ക സമയത്ത് തൻ്റെ പ്രത്യക്ഷത വരുത്തേണ്ടതിന് ഒരുങ്ങി കാത്തിരിക്കുക. അതെ, നമ്മുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്ത് അവൻ സഭയെ ചേർക്കുവാൻ ഭൂമിയിലേക്ക് വേഗത്തിൽ കടന്നു വരാൻ സമയം ആകുന്നു. അത് 2000 വർഷങ്ങൾക്കപ്പുറം ഇഹാലോകത്ത് നിന്ന് താൻ സ്വർഗത്തിലേക്ക് കരകയറി പോകുമ്പോൾ പറഞ്ഞിട്ട് പോയ പദമുണ്ട്. ഗലീലാ പുരുഷന്മാർ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് കരകയറി പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും മടങ്ങി വരും. സഭയെ, ദൈവമക്കളെ, ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മോട് വീണ്ടും ഓർപ്പിക്കുന്നു, അവൻ മടങ്ങി വരും. ഇനിയും കർത്താവ് മടങ്ങി വരുന്നത് പാപിയെ ചേർക്കുവാനല്ല. ഇന്ന് വീണ്ടും കർത്താവ് വരുന്നത്, ഇനിയും കർത്താവ് വരുന്നത് അവന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന സഭയെ ചേർക്കേണ്ടതിന്, വിശുദ്ധന്മാരെ ചേർക്കേണ്ടതിന്. അതുകൊണ്ട് ആ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഞാൻ നിങ്ങളും ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ഈ വചന സന്ദേശം ഇടയാക്കി തീർക്കട്ടെ. അതെ, ഞാൻ നിങ്ങളും ഈ ഭൂമിയിൽ എത്ര നാൾ പാർക്കും, എത്ര നാൾ വസിക്കും എന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും ഒക്കെ ആവശ്യമാണ്. പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിനകത്ത് പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരുപ്പി. ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യം അത് കർത്താവിൻ്റെ ജനനത്തോടും കർത്താവിൻ്റെ മരണത്തോടും കർത്താവിൻ്റെ വരവിനോടുമുള്ള ബന്ധത്തിലാണ്. പക്ഷെ 4-ാമതായി ഞാൻ പറഞ്ഞ കാര്യം പത്രോസ്ലീഹായുടെ വാക്കുകളാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. അതെ, നമ്മെ ഉയർത്തുവാൻ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നന്മ വേണം, അനുഗ്രഹം വേണം, വിടുതൽ വേണം, ദൈവപ്രവൃത്തി വേണം, ആശ്വാസങ്ങൾ വേണം, സമാധാനം വേണം. ഇതൊക്കെയും ദൈവത്തിൻ്റെ തക്ക സമയത്താണ് ഒരുക്കി തരുന്നത് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസ് തന്നെ ചോദിച്ചു, എനിക്കെന്ത് കിട്ടും? പടകും വലയും വിട്ട് ഞാൻ അങ്ങേ അനുഗമിച്ചു, എനിക്കെന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്ത് കിട്ടും? എനിക്കെന്ത് കിട്ടും? പക്ഷെ നമ്മളോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, കുഞ്ഞെ നിനക്ക് എന്തോ കിട്ടും? സഹോദര, സഹോദരി, നിനക്ക് എന്തോ കിട്ടും? ഇന്ന് ലോകത്തിൽ നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും നിത്യജീവനെ പ്രാപിക്കുവാൻ, നിത്യതയെ പ്രാപിപ്പാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. ആ ചോദ്യം ചോദിച്ച അതേ പത്രോസിന്റെ ലേഖനത്തിനകത്ത് പറയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. അതെ, ദൈവത്തിന്റെ മഹത്വം കണ്ട, ദൈവത്തിന്റെ കൃപ പ്രാപിച്ച, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച, വിടുതലുകളെ പ്രാപിച്ച പത്രോസ് പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുപ്പി. അതെ, പ്രിയമുള്ളവരെ, മനുഷ്യനായ ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, മടങ്ങി വരുന്ന ക്രിസ്തു, ഈ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ, ഈ ക്രിസ്തുവിനെ അറിയുവാൻ ഈ ആയുസ്സിൽ എനിക്ക് ലഭിച്ച ഭാഗ്യ പദവിക്കായി സ്തോത്രം. അതുകൊണ്ട് തക്ക സമയത്ത് ജനിച്ച്, തക്ക സമയത്ത് മരിച്ച്, തക്ക സമയത്ത് സഭയെ ചേർക്കുവാൻ ഒരുങ്ങി കാത്തിരിക്കുന്ന നിസ്തുനായ ക്രിസ്തുവിനെ സേവിക്കാം. ഇഹലോകത്തിലായിരിക്കുമ്പോൾ തക്ക സമയത്ത് നമ്മൾ ഉയർത്തുന്ന ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കാമെന്നുള്ള ആഹ്വാനത്തോടുകൂടി ഈ വചന സന്ദേശത്തിന് ഈ പകൽ ഞാൻ വിരാമം കുറിക്കുന്നു. സർവകൃപാലുവായ കർത്താവ് നമ്മെ ധാരാളമായി ഈ വിശുദ്ധ ദിനത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ.